ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നല്ലോ. നമ്മൾ ചെയ്ത ശേഷം ആ വാർത്ത എല്ലാത്തിലും വന്നു കേട്ടോ. എല്ലാത്തിലും വന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളിലും വന്നു. അതായത് റഷ്യയുടെ ഷാഡോ ഷിപ്പ് പേര് മാറ്റിയത്, ബെല്ല വൺ എന്ന് പറഞ്ഞ ഷിപ്പ് പേര് മാറ്റിയതായിരുന്നു നമ്മൾ ചെയ്ത വാർത്ത എന്ന് പറയുന്നത്. അത് വെനിസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്ന ഷിപ്പായിരുന്നു. ആ ഷിപ്പ് അവിടെ നിന്നും പേര് മാറ്റി തിരിച്ച് റഷ്യയിലേക്ക് വരുമ്പോൾ അമേരിക്ക ആ ഷിപ്പിനെ ചേസ് ചെയ്തതും ഷിപ്പിൽ നിന്നും റഷ്യൻ പതാക ഉയർത്തി കാണിച്ചതും അമേരിക്ക അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഇപ്പോൾ പുറത്തു വന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അതിനുശേഷം വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഈ റഷ്യ കൂടുതൽ അന്തർവാഹിനികൾ ഈ വെനസ്വേലയുടെ സമുദ്രാതിർത്തിയിൽ കൊണ്ടുവന്ന് വിന്യസിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനുശേഷം ഈ അമേരിക്ക ആ കപ്പൽ പിടിച്ചെടുത്തു എന്ന് കേൾക്കുന്നു. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന് കേൾക്കുന്നു. അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമെങ്കിലും നമ്മുടെ മനസ്സിലും ഒരു ചെറിയ ഒരു പ്രതീക്ഷയുണ്ട്, ഇത് നടക്കില്ല എന്നൊരു പ്രതീക്ഷ. പക്ഷെ സംഭവങ്ങൾ അങ്ങനെയല്ല. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു അലയൊലികൾ എവിടെയൊക്കെയോ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഇപ്പോ നമ്മൾ ഈ നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസൊക്കെ വീക്ഷിക്കുന്ന പല ആൾക്കാർക്കും അറിയാം. ഈ ഇന്റർനാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയ സൈറ്റ്സും റഷ്യയുടെയും അമേരിക്കയുടെയും ആയുധബലം എത്രത്തോളം ഉണ്ട് എന്ന കണക്കെടുപ്പൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങണമെങ്കിൽ അവർ എന്തൊക്കെയോ കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും അമേരിക്കയുടെ ഈ കരിനീക്കം ആർക്കാണ് ഇത് കൊള്ളുക? ഇത് ഇപ്പോ ഈ റഷ്യയുടെ ഈ ഒരു ഈ കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ റഷ്യ കൂടുതൽ അന്തർവാഹിനികൾ വിന്യസിച്ചു. പക്ഷെ ഇറാനിലേക്കും അമേരിക്ക ഒരു കരിനീക്കം നടത്തുന്നു എന്ന് കേൾക്കുന്നു. ഗ്രീൻലാൻഡിലേക്ക് ഒരു കരിനീക്കം നടത്തും അമേരിക്ക എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഡെൻമാർക്ക് പറഞ്ഞിരിക്കുന്നത് നാറ്റോയുടെ അന്ത്യമായിരിക്കും എന്നാണ്. ഗ്രീൻലാൻഡിൽ എങ്ങാനും ട്രംപ് കൈവച്ചു കഴിഞ്ഞാൽ നാറ്റോ അതോടുകൂടി തകർന്ന് തരിപ്പണമാവും. നാറ്റോ പിന്നെ നോക്കണ്ട, നാറ്റോ പിന്നെ കാണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിനെതിരെ പടയൊരുക്കവുമായിട്ട് അവിടെയും ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിനെല്ലാത്തിലും ഉപരി ഇതിലൊന്നുമില്ലാതെ സൈഡിൽ ഇതൊക്കെ കളിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മെക്കിട്ട് ഇവിടെയുള്ള ഈ രാജ്യവിരുദ്ധര് കയറുന്നുണ്ട്. ട്രംപ് ഇതാ നരേന്ദ്രമോദി കാല് പിടിച്ചു എന്ന് പറഞ്ഞ് അവര് ഇന്ത്യയുടെ മെക്കിട്ട് കയറുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ നമ്മളാ ബെല്ല വൺ കപ്പലിനെ കുറിച്ച് പറഞ്ഞു. മെരീനോ എന്നത് പേര് മാറ്റി റഷ്യ രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത അത് കഴിഞ്ഞ 5 വർഷത്തിനുണ്ടെങ്കിൽ 5 തവണ പേരുകൾ മാറ്റിയ കപ്പലാണെന്ന് പറയുന്നത്. ഇത് പറയുന്നത് UK ആണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ട വാർത്ത, ഈ ഒരു ഷിപ്പ്, ഈ എണ്ണ വെസൽ അമേരിക്ക പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു വാർത്തയോട് വരുന്നുണ്ട്, ബ്രിട്ടൻ ഇതിന് അകമ്പടി സേവിച്ചിരുന്നു, ഞങ്ങളുടെ സഹായത്താലാണ് US ഇത് പിടിച്ചെടുത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ ഫ്ലൈറ്റ് പറക്കുന്നതിന്റെ ആ റൂട്ടിന്റെ അടക്കം ഉള്ള ഡീറ്റെയിൽസുകളൊക്കെ വെച്ചിട്ടാണ്. ഒപ്പം തന്നെ അമേരിക്കൻ സൈന്യ ഉദ്യോഗസ്ഥർ UK അഭിനന്ദിച്ച് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ UK ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ചർച്ച, UK വിവിധ സൈനിക വ്യോമത്താവളങ്ങളിലെല്ലാം അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. 14ഓളം C-17 ഗ്ലോബ് സ്റ്റാർ 3 കാർഗോ ജെറ്റുകള്, ഒപ്പം തന്നെ സായുധ AC-130J ഇന്ധനം നിറയ്ക്കാനും മറ്റുമൊക്കെ ഉള്ളത്. അങ്ങനെ മിസൈല്, ബോംബറുകള് തുടങ്ങിയവയെല്ലാം കൊണ്ടുവന്ന് ഈ UK നിറയ്ക്കുകയാണ്. ഇവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഇത് എന്തിനുള്ള പടപ്പുറപ്പാടാണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഇതിൽ അധികമായും ശ്രദ്ധിക്കാവുന്നൊരു വിഷയമുണ്ട്. അത് നോട്ടീസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 2026 ജനുവരി 20 എന്ന് പറയുന്ന ദിവസം ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിന്റെ ശേഷം, 24ലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പ്രസിഡന്റായി അധികാരമേറ്റതിന്റെ 1ാം വാർഷികമാണ്. ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ അമേരിക്കയുടെ പ്രസിഡന്റുമാരെല്ലാം തന്നെ ഈ വീര പുരുഷന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് പലരും ചെയ്യാറുണ്ട്. അതിപ്പോൾ ഭീകരന്മാരെ കൊല്ലുന്നതായാലും യുദ്ധം നടത്തുന്നതായാലും ഒരു വീര പരിവേഷമാണിത് എല്ലാവർക്കുമുള്ളത്. അപ്പോൾ ട്രംപിന് സ്വാഭാവികമായി അത്തരത്തിലല്ലായിരുന്നു. പക്ഷെ ട്രംപ് ഇപ്പോൾ ഒരു വീര നായകന്റെ പരിവേഷത്തിലേക്ക് കടക്കുകയാണ്. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പായിട്ടില്ല. അദ്ദേഹം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഈ ഉക്രൈൻ റഷ്യ വാർ ഞാൻ നിർത്തും, 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എങ്ങും എത്തിയില്ല. ഏതാണ്ട് ചില നൊട്ടിലൊടുക്ക് അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ കണക്ക് രണ്ടുപേരെയും പിടിച്ചു മാറ്റി എന്നത് കവിഞ്ഞൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രവുമല്ല, റഷ്യ ഉക്രൈൻ വാർ എങ്ങും എത്തുന്ന ഒരു സാഹചര്യത്തിലുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ശ്രീ മഡൂറോയെ പിടികൂടിക്കൊണ്ട് ഒരു വലിയ സംഭവമാണ് താനെന്ന് തെളിയിച്ചു. പക്ഷെ അവിടെയും കൈകൊള്ളുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അവിടെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു, ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്നു. അവിടെ
ഈ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് തന്നെ ഈ അമേരിക്കക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം എണ്ണയൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അവരത് പറയേണ്ടി വന്ന സാഹചര്യം എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരപരമായുള്ള കലാപം അവിടെ രൂക്ഷമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് സൈലന്റ് മറ്റും നീക്കിയിരിക്കുന്നത്. ഇത് രണ്ട് അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ഒന്ന്, ഈ റഷ്യ ഇപ്പോൾ ഈ പറയുന്ന ബെല്ലാവൺ ഇല്ലെങ്കിൽ മരീനോ എന്ന് പറയുന്ന ആ ഷിപ്പിന് അകമ്പടി സേവിച്ചു എന്ന് പറയുമ്പോൾ അതും ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത് ഇതിന്റെ അകമ്പടി ആയിരുന്നില്ല, അവരെവിടെയോ ഉണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എന്നാണ്. ഈ റഷ്യയുടെ അന്തർവാഹിനി അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം ട്രംപും പറയുകയുണ്ടായി, ഈ പറയുന്ന ഗ്രീൻലാൻഡ് അടക്കമുള്ളത് ചുറ്റോട് ചുറ്റും റഷ്യയുടെയും ചൈനയുടെയും അന്തർവാഹിനികളും ഷിപ്പുകളുമാണുള്ളത് എന്നുള്ളത്. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറഞ്ഞ തുറസായി എങ്ങും ഒരു ഷിപ്പ് മാത്രമുള്ള ഒന്നും അല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ പറയുന്നത് കൂടുതൽ അന്തർവാഹിനികളും മറ്റും റഷ്യ കളത്തിലിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, UK കൂടി ഇതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുമ്പോൾ UKയും റഷ്യയും തമ്മിൽ പരമ്പരാഗതമായ ശത്രുക്കളാണ് താനും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഇത് ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ കൊളംബിയയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻലാൻഡോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു അഭ്യാസം നടത്താൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ ഇറാനിൽ നാൾക്കുനാൾ അവരുടെ കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്കും വിമാനം പറത്താൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരി റഷ്യയുടെ അടുത്ത നീക്കം എന്ത് എന്ന് നമുക്ക് ഇപ്പോൾ പറയുക നിർവാഹവുമില്ല. ഒരുപക്ഷെ ട്രംപിന്റെ 1ാം വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വലുതാണ്. ഇന്നിപ്പോൾ റഷ്യ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്, പിടിച്ചെടുത്ത ഞങ്ങളുടെ ഷിപ്പ് ഉടനടി വിട്ടുകിട്ടിയേ പറ്റുമെന്നും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇതിന്റെ ഒരു ടോൺ ആകെ മാറുകയാണ്. പക്ഷെ UK പറയുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് ഞങ്ങൾ ഷിപ്പ് പിടിച്ചെടുത്തതെന്നാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങൾ ഉപരോധമുണ്ടായപ്പോൾ ഈ റഷ്യയും ഇറാനും ചേർന്നിട്ടാണ്, ആ ഒരു ഡയലോഗാണ് എനിക്ക് കുറച്ചുകൂടെ സംശയം ജനിപ്പിക്കുന്നത്. റഷ്യയും ഇറാനും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള വെസലുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇറാനാണോ അടുത്ത ലക്ഷ്യം എന്നറിയില്ല, അതോ ഇനി റഷ്യയുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക്. കാരണം റഷ്യ അങ്ങോട്ട് ആക്രമിക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല. റഷ്യ ഇതിന് പകരമായിട്ട് ഏതെങ്കിലും അമേരിക്കൻ ഷിപ്പുകളെയോ ഇല്ലെങ്കിൽ അമേരിക്കൻ വെസൽസിനെയോ ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകും. നിലവിൽ നമ്മൾ പറയില്ലേ, രണ്ട് കരുത്തരായ രാജ്യങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. രണ്ടുപേർക്കും അടിക്കണോ എന്നൊരു സംശയം രണ്ടുപേരിലുമുണ്ട്. കാരണം അടി തുടങ്ങിയാൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല, അടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഒപ്പം തന്നെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വെറുതെ ഒരു ഡ്രോണിൽ ഒതുങ്ങില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ ഒരു കുറുക്കനെ പോലെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് ചൈന. അവരുടെ നീക്കം എന്താകുമെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ആകെപ്പാടെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ജനുവരി 20 അദ്ദേഹത്തിന് ഒരു വീരപരിവേഷത്തിലേക്ക് പോകുമോ അതോ എല്ലാം കുഴപ്പത്തിലാക്കിയൊരു പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.